എല്ലാവർക്കും സാജ് ഫാമിലിയുടെ മനോഹരമായ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള വാറ്റ് അരുൺ എന്ന ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ അല്ലെങ്കിൽ ടെമ്പിൾ ഓഫ് ഡോൺ എന്നൊക്കെ ഇതിന് പേരുണ്ട് കേട്ടോ. ആ ഒരു ടെമ്പിളിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ ഈ വീഡിയോയിൽ കുറച്ച് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേട്ടെ. അതുപോലെ ഒരു ചെറിയ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഹലോ, നമ്മളപ്പോൾ വാട്ടരും ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ. ഇത് കുറച്ച് നടക്കാനുണ്ട്. അപ്പം നമ്മുടെ ഡ്രൈവർ അവിടെ വണ്ടി നിർത്തി. അത് കഴിഞ്ഞപ്പോൾ നമ്മളോട് അപ്പുറത്തേക്ക് കടന്നങ്ങ് നടന്നോളാൻ പറഞ്ഞത്. ഈ സൈഡിൽ കൂടെയാണ് കേട്ടോ. എൻ്റെ അപ്പുറത്തോടത്തേക്ക് കൂടെ ഒരു റോഡ് ഉണ്ട്. അറിയിക്കൂടെ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. കുറേ കൂടെ എല്ലാ പടകളും ഇതാ വന്നുകൊണ്ടേ ഇരിക്കുന്നു. വലിയ തിരക്കില്ല, കുഴപ്പമില്ല. അപ്പം പ്രതീക്ഷിച്ച അത്രയും തിരക്കൊന്നും ഇവിടെ കാണാനില്ല, റോഡിൽ കാണാനില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നറിയില്ല. പിന്നെ എന്താണ് ഇവിടെ സൈഡിലൊക്കെ ഇങ്ങനെ കുറേ ഇവരുടേതായ രീതിയിലുണ്ട്. ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഇതുപോലെയൊക്കെ നമ്മൾ ഭംഗീകരിച്ചൊക്കെ തന്നിട്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുകയൊക്കെ ചെയ്യും. ഓക്കെ, ക്യാഷാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ചെറിയ വീടുകളൊക്കെ ഉണ്ടെന്ന് തോന്നണേ കേട്ടോ. നല്ല ഭംഗിയുണ്ട്. വീണ്ടും നല്ല കുഞ്ഞ ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്, എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വീടുകളും അങ്ങനെയൊക്കെ ആയിട്ട് കുഴപ്പമില്ല. ഒരു ചെറിയൊരു സ്ട്രീറ്റ്, അതിൽ കൂടെ നമ്മളിങ്ങനെ നടന്നു പോവാം. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വഴിയെ പോകെ നടന്ന് പറഞ്ഞ് പോയിക്കൊണ്ടേ. ഈ വാട്ടരുൺ എന്ന് പറയുന്ന ഈ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഓപ്പൺ പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചൂടുള്ള കാലാവസ്ഥയിലാണ് വരുന്നതെങ്കിൽ നല്ല ചൂടുണ്ടായിരിക്കും കേട്ടോ. അത് ആദ്യമേ തന്നെ പറയുന്നു. മാത്രമല്ല നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസൊക്കെ ഇട്ടിട്ട് വരാനായിട്ട് ശ്രമിക്കണം. കാരണം കുറച്ച് നടക്കാനുണ്ട്. ഇവിടേക്ക് വരുന്ന ഒരു വഴിയിൽ നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. മാത്രമല്ല നമുക്ക് ഇത് വീഡിയോയിൽ പിന്നീട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. അതും കുത്തനെയുള്ള സ്റ്റെപ്പുകളൊക്കെയാണ്. അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് എപ്പോഴും കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ആണെങ്കിലും അതുപോലെ കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് വന്ന് കണ്ട് പോകാനായിട്ട് സാധിക്കും. എന്താ ആ കാണുന്ന വ്യൂ കണ്ടോ, നല്ല മനോഹരമായിട്ടുള്ളൊരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഇത് ശരിക്കും വന്ന് തന്നെ കാണണം. ഒത്തിരി സമയമൊന്നും നമുക്കിവിടെ ചിലവഴിക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഒരു കൂടി വന്ന ഒരു 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് കണ്ട് ഇവിടുത്തെ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതുപോലുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അതുപോലെ ഇവിടുത്തെ എന്താ പറയുക, ഇവരുടെ ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ എന്താ പറയുക നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മൾ അനുഭവിച്ച് നമുക്ക് പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ സമയമൊക്കെ നിന്ന് നമുക്ക് കാണേണ്ടതായിട്ട് വരും. പക്ഷേ കാലാവസ്ഥയും കൂടി അനുകൂലമാകണം. നല്ല ചൂടുള്ള സമയമൊക്കെ ആണെങ്കിൽ നല്ല ചൂടൊക്കെ തന്നെ ഉണ്ടായിരിക്കും ഇവിടെ. എങ്കിലും നല്ല മനോഹരമായിട്ടുള്ള, ഇവിടെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാം. ഇവിടെ രാവിലെ ഒരു 8 മണി മുതൽ തുറന്നു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് 6 മണിയോട് കൂടിയാണ് ക്ലോസ് ആക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ എല്ലാവരും ഒന്നില്ലെങ്കിൽ മോർണിംഗിൽ തന്നെ വരാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ആ ഒരു സൺറൈസിൻ്റെ ഒരു കുറച്ചൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് പറയുന്നത്. അതല്ല എങ്കിൽ ഈവനിങ്ങോട് കൂടിയാണ് വരാനായിട്ട് ശ്രമിക്കാറ്. പക്ഷെ ഞങ്ങൾ പോയത് ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ടുള്ളൊരു ടൈമിങ്ങിലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഈ ഒരു വാട്ടരുൺ മാത്രമല്ല, നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ വേറെയും സ്ഥലങ്ങൾ ഞങ്ങൾ അന്നത്തെ ഒരു ദിവസം ഉൾപ്പെടുത്തിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുള്ളൊരു ബാങ്കോക്കിൻ്റെ വീഡിയോ ഉണ്ട് ഐനറിയൊക്കെ ആയിട്ട്. അപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇതുപോലെ കുത്തനെയുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ. പക്ഷേ ഈ ഫുള്ള് സ്റ്റെപ്പ് നമ്മളൊക്കെ ഇപ്പോൾ അവർ കയറാനായിട്ട് സമ്മതിക്കില്ല. കാരണം ഒരു ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർ ക്ലോസ് ആക്കിയേക്കാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്ക് സ്റ്റെപ്പ് കയറി പോകാനായിട്ട് അവിടെ സാധിക്കില്ലായിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത് ടിക്കറ്റിൻ്റെ കാര്യമാണ്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ എന്താ പറയുക, ടിക്കറ്റ് ടു അട്രാക്ഷൻ വഴിയോ അല്ലെങ്കിൽ ക്ലൂക്ക് ത്രൂവോ അങ്ങനെയൊക്കെ ഏതെങ്കിലും വിശ്വാസയോഗ്യമായിട്ടുള്ള വെബ്സൈറ്റോ അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇവിടെ വന്നിട്ടോ നമുക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ എടുക്കാം. മറ്റ് സൈറ്റുകളിൽ നിന്നൊക്കെ ടിക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി, കുറച്ചും കൂടി നമുക്ക് പൈസ കുറഞ്ഞ് ഈസിയാക്കാൻ സാധിക്കും. അതായത് ഈ ഒരു വാട്ടരുൺ മാത്രമല്ല, പകരം അതിൻ്റെ തന്നെ നിയർ ബൈ അട്രാക്ഷൻസ് ആയിട്ടുള്ള ഗ്രാൻഡ് പാലസ്, അതുപോലെ തന്നെ വാട്ട് ഫോ, പിന്നെ അവിടെ തന്നെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്. അവിടുത്തെ ലോക്കൽ ഫുഡ്സൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യണമെങ്കിലുള്ള ഒരു
ടീൻ മാർക്കറ്റ് എന്നാണ് തോന്നുന്നത് പറയുന്നത്. ഒരു പക്ഷേ എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കാം, കാരണം എനിക്ക് കറക്റ്റ് അത് തായിൽ എങ്ങനെ പറയാമെന്ന് അറിയില്ല കേട്ടോ. ഞാൻ ആ ഇംഗ്ലീഷിലുള്ള ആ ഒരു വേ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു പേരിലുള്ളൊരു മാർക്കറ്റ്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗ്രാൻഡ് പാലസ് ഒക്കെ ആണെങ്കിൽ അതിന് കറക്റ്റ് ക്ലോസിങ് ടൈം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ നമ്മുടെ ടൈമിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, നമ്മൾ തനിച്ച് പോയിട്ടാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നിൻ്റെയും ക്ലോസിങ് ടൈം നോക്കിയിട്ട് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് കാണേണ്ടി വരും. അതല്ല ഇതുപോലെയുള്ള ഈ ആഗോഡിയോ ഏതെങ്കിലും അതുപോലെയുള്ള വെബ്സൈറ്റ് ത്രൂ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അവർ ത്രൂ നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ അവരതിൻ്റെ ടൈമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഒരു ദിവസം ഈ ഒരു പ്ലേസ് തന്നെയായിട്ട് കാണുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2, 3, 4 പ്ലേസസ് ആയിട്ട് നമുക്ക് കണ്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവിടുത്തെ ആ ഒരു ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് അവിടെ തന്നെ ഇതൊരു ചെറിയൊരു മ്യൂസിയം ആണ് കേട്ടോ ഇവിടെ തന്നെ ഉള്ളത്. ഇതിനകത്ത് നമുക്ക് അവരുടെ ഒരുപാട് ഹിസ്റ്ററികൾ, അതുപോലെ തന്നെ അവിടുത്തെ രാജാക്കന്മാരുടെ പ്രതിമകൾ, പിന്നെ ബുദ്ധ പ്രതിമകൾ, അതുപോലെ തന്നെ അവരുപയോഗിച്ചിട്ടുള്ള ഓരോ സംഭവങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു മ്യൂസിയമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക. അതും ഒരു നല്ലൊരു കാഴ്ചയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. കുറച്ച് അധികമായിട്ട് നമുക്ക് അവിടെ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ആ ഒരു ക്ഷേത്രവും നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂസിയം കൂടി ഞങ്ങൾ കാണാനായിട്ട് വന്നായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു വാഷ്റൂം കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, നമുക്കിപ്പോൾ അവിടുത്തെ സ്മാരക വസ്തുക്കളൊക്കെ മേടിക്കണമെങ്കിൽ ഒരു ചെറിയ മോണ്യുമെൻറ്റ്സിൻ്റെ ഒക്കെ ആയിട്ട് കുറച്ച് ഷോപ്പുകളും, അതുപോലെ ഡ്രസ്സിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഷോപ്പുകൾ, അതുപോലെ ചെറിയ രീതിയിലുള്ള ഫുഡുകളൊക്കെ വേണമെങ്കിൽ അങ്ങനത്തെ ഷോപ്പുകളും അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കുറച്ചൊരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുള്ള ഗാർഡൻസ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെ നമ്മൾ പോവുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നത് കാണാൻ സാധിക്കും. ഒരുപാട് ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലങ്ങളും നമുക്ക് കാണാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ തൊട്ട് മുൻപിൽ തന്നെയായിട്ട് എന്താ പറയുക, ചാവോഫ്രായ നദിയുണ്ട്. അപ്പോൾ അതിലൂടെയും നമുക്ക് ബോട്ട് മാർഗം കൂടിയും ഇവിടെ എത്തിച്ചേരാനായിട്ടുള്ള ഒരു സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. അതിൽ ബോട്ട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ആ ഒരു ആക്ടിവിറ്റി ആസ്വദിക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള വെബ്സൈറ്റുകളുണ്ടല്ലോ, ഈ ക്ലൂക്ക്, അതുപോലെ തന്നെ അഗോഡ, ടിക്കറ്റ് അട്രാക്ഷൻ, അവർ ഒക്കെ വെബ്സൈറ്റിൽ നമ്മൾ കയറുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ ഇതിനെ ശരിക്കും ഈ ഒരു ടൂറ് സജ്ജീകരിച്ചിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാവിലെ തന്നെ അവർ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചു കഴിഞ്ഞിട്ട് നേരെ ആ ഒരു ഫെറി റൈഡിൽ കൂടെ അടുത്ത ലൊക്കേഷനായിട്ടുള്ള വാഡ്ഫോല് കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിന്ന് തന്നെ ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഗ്രാൻഡ് പാലസ് ഒക്കെ കണ്ട് വീണ്ടും ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ ഒരു ഈവനിങ്ങിലുള്ള ആ ഒരു വ്യൂസ് ഉണ്ട്, അത് നല്ലൊരു സ്റ്റണ്ണിങ് വ്യൂ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ സ്ഥലങ്ങൾ ഇവിടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മൾ ഇപ്പം ഒത്തിരി നേരമൊന്നും ഇവിടെ ടൈം എടുക്കുന്നില്ല. അപ്പം നമുക്ക് കണ്ടിട്ട് വേണമെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ വേറെ പ്ലേസസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഞങ്ങൾ പോയി ആ ഒരു ദിവസം ഞങ്ങൾ രാവിലെ തന്നെ റെയിൽവേ മാർക്കറ്റിൽ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ എല്ലാ സ്ഥലങ്ങളും കണ്ടു. അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു ഈവനിങ്ങോട് കൂടെ അല്ലെങ്കിൽ നൈറ്റോട് കൂടെ നമ്മൾ ക്രൂയിസ് ഡിന്നറിലും പോയിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം ഞങ്ങൾ അത്രത്തോളം സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തായിരുന്നു. പക്ഷേ നമ്മളത് ശരിക്കും ഒരു ടൈം ടേബിളിൽ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് പോയാൽ മാത്രമേ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. വാട്ടൂരിലെ ബഹളങ്ങളെല്ലാം കഴിഞ്ഞ് ഓടി ഇറങ്ങാണ് കേട്ടോ. വാഡ്ഫോയിൽ പോകണം, ബോട്ടിൽ പോകാന്ന് ഓർത്ത്. പക്ഷെ നല്ല തിരക്കാണ് അവിടെ. അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയിൽ തന്നെ അപ്പുറത്തേക്ക് ഇറക്കാനാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അടുത്ത് അവിടെ ചെന്നിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വാട്ടൂരിൽ ഞങ്ങൾ കണ്ട വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ, എങ്കിലും ഞാനിടുന്ന എല്ലാ വീഡിയോസും കിട്ടുള്ളൂ കേട്ടോ. ഒരു ചെറിയ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ തന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ചണം കേട്ടോ. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും മുന്നോട്ടേക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.